ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ ഞാൻ എനിക്ക് ആദ്യമായിട്ടാണ് കൊണ്ടോട്ടി ഒരു പ്രോഗ്രാം ഞാൻ വരുന്നത്. ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത ജലീൽ സാറിനും അതേപോലെ ടീം ഗ്ലോബൽ ഫാമിലിക്കും ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും വളരാനുള്ള ഒരു വേദിയാണ്. ഇവിടെ ഒരു എന്താ പറയുക, ഒരു ടീം ഒന്നുമില്ല. എല്ലാവരും ഒരു യുണീക്കായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വലിയ സക്സസ് ഉണ്ടാവാൻ സാധിക്കും. എല്ലാ മാസവും ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആദ്യം തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അറിയാത്ത ആളുകളുണ്ടാവും. പേര് മാഹിറ അഹമ്മദ്, താമരശ്ശേരിയാണ് സ്വദേശം. ഇപ്പം നിക്കാബിട്ട് സംസാരിച്ചിരുന്ന മുൽഹൈറ എന്ന് പറയുന്ന വ്യക്തിയുടെ മൂത്ത മകളാണ്. ഉമ്മ ബിസിനസ്സിൽ വന്നു. ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ ഉമ്മയിലൂടെ ഞാൻ ഈ ഒരു ബിസിനസ് മനസ്സിലാക്കി. ഉമ്മാനെ സപ്പോർട്ട് ചെയ്യുക എന്ന് വിചാരിച്ച് ഉമ്മാന്റെ കൂടെ നിന്ന് കുറച്ചൊക്കെ അങ്ങോട്ട് ഡ്രൈവ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എനിക്കും ഈ ഒരു ആ സമയത്ത് ഞാൻ പഠിക്കുന്നത് സൈക്കോളജി, BSc സൈക്കോളജിന്റെ കൂടെ തന്നെ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ മനസ്സിൽ എന്താണ്, നമ്മളൊരു കരിയറിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എന്റെ ലോകം. ഞാനൊരു കൗൺസിലർ ആവും, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആവും, സ്വന്തമായിട്ട് ഒരു ക്ലിനിക് ഇടും. അത് മാത്രമേ എന്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നിക്കുന്നതൊന്നും എന്റെ കണ്ണിൽ ഒന്നുമല്ല. പ്രത്യേകിച്ച് ഡയറക്ട് സെല്ലിങ്ങിനോട് ഒരുപാട് വിമർശനമുള്ള വ്യക്തിയായിരുന്നു ഞാൻ. മറ്റൊരുപാട് കമ്പനികൾ നാട്ടിലൂടെ എന്റെ ഹസ്ബൻഡിനെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാനാണ് കടിഞ്ഞാനിട്ട് വേണ്ട പോകണ്ട എന്ന് പറഞ്ഞ എല്ലാത്തിലും പിൻവലിക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിംഗ് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ മോദി കെയർ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഞാൻ ഫസ്റ്റ് ആയിരുന്നു കേട്ടത്. ഓൺ ദ സ്പോട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഉമ്മാനെ മോദി കെയറിലേക്ക് ഇറക്കുമ്പോൾ എൻ്റെ ഉമ്മാനെ, ഞാനാണ് മൂത്ത മകള്, ഉപ്പ മരണപ്പെട്ടു. അതുകൊണ്ട് ഉമ്മാക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഞാനാണ്. എന്തുകൊണ്ടും എല്ലാ സപ്പോർട്ടും ഞാനാണ്. അപ്പൊ ഉമ്മാനെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു തെറ്റായ അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു ബിസിനസ്സിലേക്ക് തള്ളിവിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഓൺ ദ സ്പോട്ടിൽ ഈ ഒരു ബിസിനസ് പറഞ്ഞ ആൾ എന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ ഫോണിലുണ്ടെല്ലാം. നിങ്ങൾക്കിപ്പോ ഞാൻ പറയുന്നതോ ഇവിടെ പറയുന്നതിനേക്കാളും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് ഗൂഗിൾ, അല്ലെ? ആ ഗൂഗിളിൽ നമുക്ക് എല്ലാം കിട്ടും. ഞാൻ ഓൺ ദ സ്പോട്ടിൽ മോദി കെയർ, സമീർ മോദി എന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഒരുപാട് വർഷം പാരമ്പര്യമുള്ള കമ്പനിയാണ്, നല്ല യൂണിക് ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണെന്നൊക്കെ മനസ്സിലായപ്പോൾ ഒന്നും നോക്കണ്ട, ഉമ്മ ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞു. ഉമ്മനെയാണ് ഫസ്റ്റ് ബിസിനസ്സിലേക്ക് ഞാൻ ഇറക്കിയത്. അവിടെ മുതൽ ഞാൻ പറഞ്ഞു, ഉപ്പ മരണപ്പെട്ടത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. പിന്നെ അതിനുശേഷം എനിക്ക് 3 അനിയത്തികളുണ്ട്. ഭയങ്കര ഒരുപാട് സിറ്റുവേഷൻസ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. പക്ഷെ മോദി കെയറിൽ വന്നതിന് ശേഷം ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം വരിക എന്ന് പറയില്ല. ഇത് ഞാൻ വെറുതെ സൂചിപ്പിക്കാൻ പറയുന്നൊന്നുമല്ല, യാഥാർത്ഥ്യമാണ് പറയുന്നത്. എനിക്കാണെങ്കിലും സ്കൂൾ എഡ്യൂക്കേഷൻ നല്ല ഫീ, ഞാൻ അത്യാവശ്യം നല്ല സ്കൂൾ ഫീ പേ ചെയ്തുകൊണ്ട് എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചത്. നല്ല ഫീ വേണം, മക്കളുടെ കാര്യങ്ങൾ, അനിയത്തിയുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടാൽ ഉമ്മ ഉപ്പൻ്റെ അനിയൻ തരുമോ, ഉമ്മാന്റെ ബ്രദർ തരുമോ, ഉപ്പാന്റെ ഫ്രണ്ട് തരുമോ, അവര് തരുമോ, ഇവര് തരുമോ എന്നുള്ള ഒരു ആശങ്ക ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പൊ ഒരു പെരുന്നാളാണെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ മാമ പൈസ അയച്ചു തരുമോ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് മോദി കെയർ ലൈഫിലേക്ക് വന്നത്. ഉമ്മാന്റെ പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് ഉമ്മ കാറുകൂട്ടി ഞങ്ങളെ ടെക്സ്റ്റൈൽസിൽ കൊണ്ടുപോയിട്ട് എന്താണോ വേണ്ടത് വാങ്ങിത്തരാൻ സാധിച്ചത് ഉമ്മ. ഈ ഒരു അവസ്ഥ ഉമ്മക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉപ്പ മരിച്ചതിന് ശേഷം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എന്ത് ചെയ്യണം, എനിക്ക് കുട്ടികളെ വളർത്തണം. അതുകൊണ്ട് ഉമ്മ ജോലി ചെയ്തു, ഒരു ടീച്ചറായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയും ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഉമ്മ ഒരു രോഗിയായി എന്നല്ലാതെ, രോഗിയാവാൻ മീൻസ് സ്കൂൾ പഠിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. പക്ഷേ മോദി കെയറിൽ വന്നതിന് ശേഷം ജീവിതം ഒട്ടാകെ മാറി. ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് A-സ്റ്റാർ കാറായിരുന്നു. അത് മാറ്റിയിട്ട് എൻ്റെ അനിയത്തികൾ, കുഞ്ഞനിയത്തികളാണ്, അവരൊരു ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റി. ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് കാർ പർച്ചേസ് ചെയ്ത്, അതോടൊപ്പം തന്നെ ഞാനൊരു 14 ലക്ഷം കിയാ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നൊരു ബ്ലാക്ക് കാർ, രണ്ടും ഒരു മുറ്റത്ത് ആണ് നിർത്തിയത്. നമ്മള് ഒന്നും അല്ലായ്മയിൽ നിന്നും, കാരണം നമ്മളിപ്പോ നാഥൻ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉപ്പയാണ്, എനിക്കൊരു ബ്രദർ ഇല്ല. അപ്പൊ ഉപ്പയാണ് നാഥൻ. ആ നാഥൻ നഷ്ടപ്പെട്ടപ്പോൾ എല്ലാം ഒരു സമൂഹത്തിന്റെ ചിന്താഗതി അവര് കഴിഞ്ഞ് ആ വീട്ടിലേക്ക് പിന്നെ എന്നും ഒരു സങ്കടത്തിന്റെ, ഇപ്പം ഒരാൾ മുറ്റത്തൂടെ നടന്നു പോകുമ്പോൾ ഭയങ്കര വിഷമത്തോടെ ഞങ്ങൾ വീട്ടിലേക്ക് നോക്കുക. പക്ഷെ മോദി കെയറിൽ വന്നതിന് ശേഷം നേരെ ഞങ്ങൾ തിരുത്തി
പണ്ട് ഉപ്പ ഉണ്ടായിരുന്ന ആ ഒരു പ്രൗഡ് ആയിട്ടുള്ള ജീവിതം, ഒരു ലക്ഷൂറിയസ് ലൈഫ് ദൈവാനുഗ്രഹത്താൽ ഇനി അങ്ങോട്ടും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് ഞാൻ ജസ്റ്റ് ചെയ്ത ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. സമീർജി എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. 4 വർഷമായി മോദിക്കാർ പറഞ്ഞെങ്കിലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ആ ഒരു വ്യക്തിനെ എൻ്റെ ഉപ്പന്റെ തുല്യം കാണുന്നത് ഞാൻ എന്ന സമീർജിനെയാണ്. ഞാൻ എല്ലാ മേഖലയിലും എവിടെ പോയാലും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എൻ്റെ ഫാദർ എന്ന് പറയുന്നത് നോ ഡൗട്ട് അത് സമീർജിയാണ്. സമീർജിയോടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ ഓരോ വളർച്ചയ്ക്കും നമുക്ക് ഇത്രയും നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളുകളായിരിക്കും മേ ബി ആദ്യമായിട്ട് ബിസിനസ് പ്രൊഡക്റ്റ് എടുത്ത് ഇതൊരാളെടുത്ത് കൊണ്ടു കൊടുക്കുമ്പോൾ അവരെ മനോഭാവം അല്ലെ, ആ സോപ്പ് കാണിക്കുന്ന സമയത്ത് ഇതിപ്പോ ഇറങ്ങിയ ഇപ്പൊ ടോയ്ലറ്റ് കേൾക്കുന്നതായിട്ട് ഇറങ്ങിയത് അപ്പം സൈക്കോളജി പഠിക്കുന്ന കുട്ടിയാണ്. ഇപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ അവിടെ ഇത്രയും പൈസ കൊടുത്ത് പഠിപ്പിച്ചിട്ട് ഇപ്പൊ എന്താണോ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പിന്നോട്ട് നമ്മളെ വലിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ധൈര്യം നൽകാൻ നിങ്ങൾ അപ്ലൈ ലീഡേഴ്സ് ആണ്. അവര് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ഉണ്ടാവാൻ പാടുള്ളൂ. അവരെ ചവിട്ടിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ആരും വിചാരിക്കേണ്ട. അതേപോലെ തന്നെ ഞങ്ങൾ ഇവിടം വരെ തോളോട് തോളം ചേർന്നത് ഒരു സംശയവും ഇല്ല. ഞങ്ങൾ അപ്ലൈ ലീഡറായിട്ടുള്ള സുഹറ മേഡവും മിശ്ര മേഡവുമാണ്. ഒരു വേദി എന്നെ സംബന്ധിച്ചില്ല. അതോടൊപ്പം തന്നെ ജിം ഗ്ലോബൽ അസോസിയേറ്റീവ്സ് ആയിട്ടുള്ള ദിനേശ് സാറോട് ഉണ്ട്, ജിഷാദ് സാർ, ഒപ്പം തന്നെ ജിതു സാർ ആൻഡ് വിജി സാർ. ഈ ഒരു വ്യക്തികള് എന്നും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്ന കുറച്ച് മുഖങ്ങളിൽ പെട്ട എൻ്റെ അപ്ലൈ ലീഡേഴ്സ്, എൻ്റെ എല്ലാ സക്സസിനും കൂടെ നിൽക്കുന്ന എൻ്റെ ടീം മെമ്പേഴ്സ്, അതേപോലെ തന്നെ ഈ ഓൾ മോദിക്കാർ ഫാമിലിക്കാണ് ഞാൻ വലിയ നന്ദി അറിയിക്കുന്നത്. നിങ്ങൾ ഒരേ ഒരു തീരുമാനം എടുക്കുക. ജീവിതത്തിൽ വേണമെന്ന് വിചാരിച്ചാൽ എന്തും നടക്കും. അത് പ്രൊഡക്റ്റോ പ്ലാനോ അല്ല, നമ്മളെ ഉള്ളിലുള്ള ഒരു വിശ്വാസമാണ്. നല്ല കമ്പനിയാണ് എന്ന് 100% ബോധ്യമായിട്ടില്ല നിങ്ങൾ ചെയ്തോ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇതൊരു